ഈ ഒരു പരിപാടി ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം ഞാൻ കാസർഗോഡേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ശ്രീ രഘുനാഥ് എന്നെ വിളിച്ചപ്പോൾ എന്തായാലും എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ല. ഏത് പാർട്ടിയിൽ പോയാലും ഏത് ഇതിലായാലും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പഴയ ബന്ധങ്ങൾ മറക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഇവിടുന്ന് ഇറങ്ങി 2.5 മണിക്കൂർ 3 മണിക്കൂർ കാറിൽ വേണം കാസർഗോഡ് പോകാൻ. വേറെ വല്ലവരും വെച്ചാൽ പറയും അയ്യോ അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന്. ഞാൻ ഒരു എതിര് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വെച്ച് നോക്കും. വിളിച്ചു ഉടനെ ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാറി. എന്തുകൊണ്ട് മാറി എന്നുള്ളതിന് ഞാൻ വിശദീകരണങ്ങൾ തരാനുള്ളൊരു സമയം ഇപ്പം എനിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം. മോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനവും ഇതെല്ലാം ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുന്നതിനൊരു കാരണമാണ്. കാരണം ഇന്നലെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ഞാൻ പത്തനംതിട്ട പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ആകെ ഒരു 10 പേരാണ് ഉള്ളത്. അതിൽ 5 or 6 സ്ത്രീകളാണ്. 4 പുരുഷന്മാരെ ഞാൻ അവിടെ കണ്ടില്ല. പുരുഷന്മാർ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, അതെല്ലാം സഹോദര തുല്യന്മാരാണ്. പക്ഷെ സ്ത്രീകൾ എവിടെയും പിന്നിലേക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ അവിടെ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു സന്തോഷം. എല്ലാ മനുഷ്യന്മാർക്കും മനസ്സമാധാനമാണ് വേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ 7ാം തീയതി 8ാം തീയതിയോടൊട്ട് എനിക്ക് ആ മനസ്സമാധാനം തിരിച്ചു കിട്ടി. കാരണം ഞാനിന്നിപ്പോൾ കണ്ണൂർ വരുന്നത്, കണ്ണൂർ എൻ്റെ നാടും കൂടിയാണ്. എൻ്റെ അച്ഛൻ്റെ വീട് ചിറക്കലും അമ്മയുടെ വീട് ഇവിടെ കണ്ണവരുമാണ്. പലർക്കും അറിയില്ല, അച്ഛൻ്റെ അമ്മാവൻ്റെ മകളാണ് അമ്മ. അപ്പം അങ്ങനെ കണ്ണൂരുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. എൻ്റെ വീട്ടിൽ തെയ്യങ്ങളും ഒക്കെയുള്ള ഒരു അമ്പലമൊക്കെയുള്ള വീടാണ് എൻ്റെ. ഞാൻ മിക്കപ്പോഴും വരാറുണ്ട്, ആരോടും പറയാറില്ല, തിരിച്ചു പോകും, തൊഴുതിട്ട് തിരിച്ചു പോകും. അപ്പോൾ കണ്ണൂർ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അപ്പുറത്തിരിക്കുന്നവർ ശക്തരാണെന്ന് ആര് പറഞ്ഞു? ഇപ്പോൾ കോൺഗ്രസ്സിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ള UDF കക്ഷികളുടെ കണ്ണു തുറപ്പിക്കലിനെ അവർക്ക് നിൽക്കുന്നുണ്ട്. പറയുമ്പോഴേക്ക് ഏറാമൂളി സമ്മതിച്ചു കൊടുക്കുകയല്ലേ. പണ്ട് K. കരുണാകരൻ്റെ വീട്ടിലായിരുന്നു UDF ഉണ്ടായത്, തൃശ്ശൂർ പൂങ്കുന്നത്ത് ഓഫീസിൽ വെച്ചിട്ട്. അത് കണ്ടിട്ടുള്ള ആളും ഞാൻ തന്നെയാണ്. അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പുറം ഒന്നും UDF നടക്കില്ല. ഇന്ന് അവർ പറയണ കേട്ട് ഏറാമൂളി നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരാണ് അവിടെ ഉള്ളത്. അവരെ കൊണ്ടൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ല. ആ കപ്പൽ മുങ്ങി തുടങ്ങി. മുങ്ങല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി AICC ആസ്ഥാനം അടച്ചു പൂട്ടേണ്ട സമയമായി. അത് കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഓഫീസ് പണിയാൻ പോലും സ്വന്തമായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ 60 കൊല്ലം ഭരിച്ചിട്ട് അവരെന്താ ചെയ്തത്? ഒരു സ്വന്തം ഒരു പാർട്ടി ഓഫീസ് ഡൽഹിയിലില്ല എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പല നേതാക്കളെയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട്. കഴിഞ്ഞ ഒരു 5 പ്രാവശ്യം ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് ഒരു നേതാക്കളെ പോലും കാണാൻ കഴിഞ്ഞില്ല. കാരണം ശ്രീമതി സോണിയാഗാന്ധി പറയും അവർക്ക് വയ്യ, ആരെയും കാണുന്നില്ല. രാഹുൽ ഗാന്ധി പിന്നെ അവിടെ ഉണ്ടാവാറില്ല, പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തുകാരനായിട്ടുള്ളൊരു നേതാവിനെയാണ് കാണാൻ ഏറാമൂളി നിൽക്കേണ്ടത്. കുറേ നിന്നു, കാരണം ഈ പ്രസ്ഥാനം വിട്ടു പോരാനുള്ളൊരു മടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു സങ്കടം പറയാൻ പോലും ആരും ഇല്ലാത്തൊരു സ്ഥിതി. നമ്മളൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ്. അതും എൻ്റെ വീട്ടിൽ വളർന്ന ആളുകളാണ് അവരൊക്കെ, എൻ്റെ സ്വന്തം സഹോദരന്മാരെമാരി വളർന്ന ആളുകളാണ്. അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ വല്ലാണ്ട് വേദനിക്കും. ഞാൻ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ഈ പാർട്ടി വിട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു. കാരണം എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. എന്നെ BJPയോ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ല എന്നെ തോൽപ്പിച്ചത്. എന്നെ തോൽപ്പിച്ചത് കൂടെ നടന്ന്, അത് പിന്നെ അവരുടെ ശീലമാണ്, കൂടെ നടന്ന് പറ്റിക്കുക എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ പരാതി കൊടുത്തിട്ടും പരാതി പറഞ്ഞ ആൾക്കാരെ തന്നെ ഓരോ സ്ഥലത്ത് അവർ മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടും. എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പോൾ കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ.